നമസ്കാരം. ആലപ്പുഴയിൽ നടന്ന അപകടത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മൾ മലയാളികൾ. 5 MBBS വിദ്യാർത്ഥികളാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്ക് പറ്റി ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. ഈ കുട്ടികൾ, അതായത് ആ വാഹനത്തിൽ സഞ്ചരിച്ച 11 പേരും MBBS 1-ാം വർഷ വിദ്യാർത്ഥികളാണ്. 19-നും 20-നും ഇടയിലാണ് എല്ലാവർക്കും പ്രായം. എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? ഈ അപകടം ഉണ്ടായതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും. ആലപ്പുഴ കളർകോട് ഭാഗത്ത് വെച്ചാണ് രാത്രി 9:30 ഇതുണ്ടാകുന്നത്. ഞാനൊരു ആലപ്പുഴ സ്വദേശിയാണ്. ഈ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി നിരവധി തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ CCTV വീഡിയോയിൽ കണ്ട ദൃശ്യമനുസരിച്ച് മഴയുള്ള സമയത്ത് റോഡിൽ കൂടി ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിൻ്റെ പിന്നിലാണ് ഈ കുട്ടികൾ ചെന്ന് ഇടിച്ചു കയറിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാറിന് എതിരെ മറുഭാഗത്തുകൂടിയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ടവേര പോകുന്നത്. ഈ വാഹനം, അവർക്കെതിരെ വന്ന കാറ് അടുത്തെത്താറായപ്പോൾ തന്നെ വലത്തോട്ട് തിരിയാൻ തുടങ്ങി. അതായത് ഇടതുവശത്തെ ലേനിൽ കൂടി നേരെ പോകേണ്ട കാറ് എതിരെ ഒരു കാറ് വന്ന് ഇവരെ പാസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വലത്തോട്ട് തിരിയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആ കാറിലായിരുന്നു ഇവരുടെ വണ്ടി ചെന്ന് ഇടിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ കാറുകാരൻ കടന്നുപോയി അതിൻ്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ മുമ്പിലേക്ക് ഈ കാർ ചെന്ന് കയറുകയാണ്. അതായത് ഇടതുവശത്തെ ലൈനിൽ കൂടി പോയിരുന്ന കാറ് ഒരു കാര്യവുമില്ലാതെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചെന്ന് കയറി. ബസ്സിൻ്റെ ഡ്രൈവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്ന കാര്യം, അയാളെ ലൈനിൽ കൂടി സൈഡിൽ കൂടി അയാൾ വരികയാണ്. അയാളുടെ മുമ്പിലേക്ക് അവർ ചെന്ന് കയറി ഇടിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇടതുവശത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന നേരെ പോകേണ്ട കാറ് വലത്തോട്ട് പോയത് എന്നതാണ് നമ്മൾ തിരക്കി അറിയേണ്ട ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് നടത്തുന്ന അനുമാനത്തിൽ എനിക്ക് തോന്നുന്നത്, ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർക്ക് ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്. അയാളുടെ ശ്രദ്ധ എങ്ങനെ തെറ്റി എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. കാരണം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, നല്ല വേഗതയിലാണ് ആ വാഹനം പോകുന്നത്. എതിരെ വന്നുകൊണ്ടിരുന്ന കാറിനേക്കാളൊക്കെ നല്ല വേഗതയിലാണ് ഇവരുടെ വണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ 11 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുട്ടികൾ കളിതമാശകളൊക്കെ പറഞ്ഞായിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളുടെ ശ്രദ്ധ തെറ്റിക്കത്തക്ക പോലെ ആരെങ്കിലും അയാളെ തൊടുകയോ പിടിക്കുകയോ, അല്ലെങ്കിൽ അയാൾ ഇവരുടെ തമാശയിൽ പങ്കുചേർന്നുകൊണ്ട് പിന്നിലേക്ക് നോക്കുകയോ, അല്ലെങ്കിൽ ആരെയെങ്കിലും അടിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ അറിയാതെ കൈ വലത്തോട്ട് പോവുകയും സ്റ്റിയറിംഗ് തിരിഞ്ഞു പോവുകയും അപകടം സംഭവിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അനുമാനം. ഇവിടെ ഡ്രൈവർ മനഃപൂർവ്വം വണ്ടി വലത്തോട്ട് തിരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. ഒരിക്കലും തിരിക്കുകയുമില്ല. കാര്യം എതിരെ വണ്ടികൾ വരുന്നയാൾ കാണാം. എന്നിട്ടും ഇത് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനത്തിന്റെ ഉള്ളിൽ ഇവർ തമ്മിൽ ഉണ്ടായ സംസാരമോ തമാശകളോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റത്തക്ക പോലെ എന്തോ ഒരു സംഭവം അതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നേരെ ബസിന്റെ മുമ്പിലേക്ക് ചെന്ന് കയറിയത്. ഇങ്ങനെയാകാം അപകടം ഉണ്ടായതെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടികൾക്കെല്ലാം തന്നെ 19-20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവരെയൊക്കെ എന്തിനാണ് ഇവരുടെ അച്ഛനമ്മമാര് ഇത്ര ചെറിയ പ്രായത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിട്ടത്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടുന്നത് മലയാളികൾക്ക് ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠനം തീർത്ത ശേഷം മാത്രമേ വാഹനം ഓടിക്കേണ്ട കാര്യമുള്ളൂ. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടണം എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചിന്തിക്കുന്നത്. ഇതേ സംഭവം എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു മകനുണ്ട്. അവന് 18 വയസ്സായപ്പോൾ, 4 കൊല്ലം മുമ്പ് 18 വയസ്സായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. ആ സമയത്ത് ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ പറയാം നിൻ്റെ അടുക്കൽ എപ്പോഴാണ് പോകേണ്ടത്. അവൻ പറഞ്ഞു, എൻ്റെ കൂടെ +2 പഠിച്ച പിള്ളേരെല്ലാം തന്നെ ഇപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞു. അവർക്കൊക്കെ സ്കൂട്ടറുണ്ട്, ചില ആൾക്കാർക്ക് കാറുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അങ്ങനെ അവനൊരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തി, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയാം, അന്നേരം പോയാൽ മതി. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വീണ്ടും വിളിച്ചു, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. ഞാൻ അവനോട് പറഞ്ഞു, ഇനി നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് എന്നോട് പറഞ്ഞാൽ നീ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഡ്രൈവിംഗ് പഠിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന സമയത്ത് നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു. പിന്നീട് അവൻ എന്നോട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടേയില്ല. ഒടുവിൽ ഞാനാണ് അവനോട് അങ്ങോട്ട് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ. അതായത് അവൻ എഞ്ചിനീയറിംഗിൻ്റെ അവസാന വർഷം എത്തിയപ്പോൾ അവന് അവധി കിട്ടിയ സമയത്ത്, പരീക്ഷയ്ക്ക് മുമ്പ് അവധി കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഇനി പോയിട്ട് ഡ്രൈവിംഗ് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസമാണ് അവൻ്റെ 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞത്.
അവൻ്റെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് അവൻ സ്കൂട്ടറിൻ്റെ ടെസ്റ്റ് കൊടുക്കാൻ പോയി. കാറിൻ്റെ നേരത്തെ തന്നെ കൊടുത്തിരുന്നു, അവന് കിട്ടിയിരുന്നു. സ്കൂട്ടറിൻ്റെ ടെസ്റ്റ് ഇന്ന് കൊടുക്കാൻ പോയി. ഇന്ന് അവനത് പാസ്സായി. അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഇപ്പോൾ അവൻ 22 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൻ ഒരു തൊഴിൽ തേടി എവിടെയെങ്കിലും പോവുകയാണ്. ആ സമയത്ത് അവന് സ്വന്തമായിട്ട് വാഹനം വാങ്ങാം വേണമെന്നുണ്ടെങ്കിൽ. അവൻ്റെ ജീവിതത്തിൽ അവന് ഒരു ഉത്തരവാദിത്വവും പക്വതയുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവൻ റോഡിലേക്ക് ഒരു വണ്ടിയുമായിട്ട് ഇറങ്ങുമ്പോൾ അവൻ കുറേയൊക്കെ കരുതലെടുക്കും. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കുന്ന ഒരു ഏർപ്പാടാണ് 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് പക്വതയില്ല എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് അപകടത്തെക്കുറിച്ചുള്ള ബോധമില്ല. ഞാൻ 2 ദിവസം മുമ്പ് മറ്റൊരു അപകടം നേരിൽ കണ്ടു. ഞാൻ എൻ്റെ മകളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക്, അതായത് രാത്രി 9:30 വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വളവിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നു. ഞാൻ കാറ് നിർത്തി ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂട്ടർ മറിഞ്ഞു കിടപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടയിൽ വീണ് കിടക്കുന്നു. അവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്നുണ്ട്. ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ടേ എന്നുള്ളൊരു ചിന്ത, ഒരു ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. കാരണം ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ആരോ പറഞ്ഞപ്പോൾ വേറെ ചിലർ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകരുത്, പോലീസ് അറിഞ്ഞ പ്രശ്നമാണ്, പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോകാൻ വേണം, പോലീസിനെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ചെറുക്കൻ വീണിട്ട് ഏതാണ്ട് ഒരു 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോലീസിനെ നോക്കി നിൽക്കേണ്ട, പെയിൻ എടുത്ത് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വണ്ടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി കൊണ്ടുപോകാം. അങ്ങനെ ഈ പയ്യനെ അവിടെ നിന്ന് വെളിയിലെടുത്തപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു നമുക്കൊരു ആംബുലൻസ് ഇവിടെ ഉണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ ആംബുലൻസിനെ വിളിച്ചു. ഏതായാലും ഭാഗ്യത്തിന് വണ്ടി അവിടെ ഉണ്ടായിരുന്ന അയാൾ അപ്പോൾ തന്നെ അതുമായിട്ട് വന്നു. ഈ പയ്യനെ കയറ്റിക്കൊണ്ട് പോയി. ഞാൻ പിന്നീട് അറിഞ്ഞത് അവൻ്റെ കണ്ടീഷൻ ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് തുടരുകയാണെന്നാണ്. എങ്ങനെയാണ് ഇവന് അപകടം പറ്റിയത്? തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചത്, ഇവൻ ഒരു ബൈക്കുകാരൻ്റെ ഒപ്പം മത്സരിച്ച് വൻ വേഗതയിൽ വരികയാണ്. ആ വളവിൻ്റെ അവിടെ വെച്ച് ബൈക്കുകാരൻ അങ്ങ് കടന്നുപോയി. പക്ഷെ ഇവൻ വളവ് തിരിഞ്ഞപ്പോൾ എങ്ങനെയോ കൺട്രോൾ പോയി. കാര്യം നല്ല വേഗതയിലാണ്. കൺട്രോൾ പോയി നേരെ ചെന്നൊരു പോസ്റ്റിലിടിച്ച് തെറിച്ച് വീഴുകയായിരുന്നു. അവൻ്റെ തലയിൽ നിന്നും ഹെൽമെറ്റ് പുറത്തു പോയിരുന്നില്ല. പക്ഷെ അവൻ്റെ മുഖം ചെന്നിടിച്ചാണെന്ന് തോന്നുന്നു. അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അവന് ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പ്രശ്നമുണ്ടായത്. ഇതേപോലെ തന്നെയാണ് ഈ 11 കുട്ടികൾ, 19-20 വയസ്സോ മാത്രം പ്രായമുള്ള, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരുവിധമായ ബോധമോ കാഴ്ചപ്പാടോ ഇല്ലാത്ത സമയത്ത് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഈ കുട്ടികളും ചെന്നുപെട്ടത്. ഇവരുടെ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. നമ്മുടെ MVD എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്? 8-ൽ കൂടി ബൈക്ക് ഓടിക്കുക, 8-ൽ കൂടെ കാർ ഓടിക്കുക, കഴിഞ്ഞു. ഇതാണ് അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റോഡ് അപകടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം ഇവർ നടത്തുന്നുണ്ടോ? നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഇവർക്ക് കൊടുക്കണം. റോഡിൽ കൂടി റോഡ് ടെസ്റ്റ് നടത്തുമ്പോഴും അവർക്കത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇന്ന സന്ദർഭങ്ങളിലാണ്. വളവുകളിൽ അശ്രദ്ധമായിട്ട് വലതുവശത്തോട് തിരിയുക, വളവുകളിൽ ഓവർടേക്ക് ചെയ്യുക, മുമ്പിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കണക്ക് കൂട്ടാതെ ഓവർടേക്ക് ചെയ്യുക, മുമ്പിൽ പോകുന്ന വാഹനത്തിനെതിരെ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കാതെ ഓവർടേക്ക് ചെയ്യുക, ഒരു വാഹനത്തിന് മുമ്പിലേക്ക് കയറാൻ പോകുമ്പോൾ തൊട്ട് പിന്നാലെ അതിനേക്കാൾ വേഗത്തിലുള്ള വണ്ടിയും വരുന്നുണ്ടോ എന്ന് നോക്കാതെ വണ്ടി ഓടിക്കുക, സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെന്ന് കയറുക. ഇങ്ങനെ നിരവധി കാരണങ്ങൾ മൂലം അപകടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കേണ്ടത് ആരുടെ പണിയാണ്? മോട്ടോർ വാഹന വകുപ്പ് എന്നൊരു വകുപ്പുണ്ടാക്കി വെച്ചിട്ട് അത് വെറുതെ പണം പിടുങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കാതെ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള പഠിപ്പിക്കണം. ഓടിച്ച് തന്നെയല്ല പഠിപ്പിക്കുന്നത്, അയാളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രമുണ്ടാകും. അപ്പോൾ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരും മറ്റുള്ളവരും ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ കാണുമ്പോൾ വിധിയെ പഴിക്കുകയും ഈ അപകടങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണെന്ന് ചിന്തിക്കുകയും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതിയിരിക്കുകയും ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഇതേപോലെയൊക്കെ തന്നെ ചിന്തിച്ചവരാണ് പിന്നീട് ചെന്ന് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഈ കുട്ടികളും ഒരുപക്ഷെ 2 ദിവസം മുമ്പ് അങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും. ഈ അപകടം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതാണ്, ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാകില്ല. പക്ഷേ അവർക്കത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. സംഭവിച്ചാൽ സംഭവിച്ചതാണ്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം മരണം മാത്രമല്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആജീവനാന്തം തളർന്നു കിടക്കുന്ന ആൾക്കാരുണ്ട്, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഓർമ്മ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അപകടം എപ്പോഴും നമുക്ക് ദുരന്തം മാത്രമേ സമ്മാനിക്കൂ. അപ്പോൾ അപകടം ഉണ്ടാക്കാതെ
വണ്ടി ഓടിക്കുക എന്നുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിശ്ചയം വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. വണ്ടി ഓടിക്കുന്ന സകല കുട്ടികൾക്കും അച്ഛനമ്മമാർ അത് പറഞ്ഞു കൊടുക്കണം. അതുകൂടാതെ അച്ഛനമ്മമാർ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ കുട്ടികൾ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ, അവർ അശ്രദ്ധയോടെ ഓടിക്കുന്നവരാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവരെയും കൊണ്ട് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണം. അവിടെ ചെന്ന് റോഡപകടം പറ്റി പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്കാരെ ഇവരെ കാണിക്കണം, അവരുമായിട്ട് സംസാരിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ, അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. അവരിവരോട് പറയും, മോനെ നിന്നെയൊക്കെ പോലെ തന്നെ ഞങ്ങളും റോഡിൽ യാതൊരു ബോധവുമില്ലാതെ വണ്ടി ഓടിച്ചു നടന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് അന്ന് വിവരമില്ലായിരുന്നു, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി കിടക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു പോയി, അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ രീതിയിലായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ ബോധമുണ്ടാകും, ഭയമുണ്ടാകും. അങ്ങനെ അവർ ഭയത്തോടെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ, കരുതലോടെ ഓടിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. മഴയത്ത് തന്നെ ഇപ്പോൾ ഈ കുട്ടികൾ നിങ്ങൾ ആലോചിക്കണം, മഴയത്ത് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ വാഹനം ഓടിച്ച് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒന്ന് ബ്രേക്ക് പിടിക്കുകയാണ്, പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മഴയത്ത് വണ്ടി നിൽക്കില്ല, വണ്ടി സ്കിഡ് ചെയ്തു പോകും. ഞാൻ ഞങ്ങളുടെ നാടൻ റോഡുകളിൽ കണ്ടിട്ടുണ്ട് നല്ല കനത്ത മഴയത്ത് 80-ലും 90-ലും ഒക്കെ പാഞ്ഞു പോകുന്ന കാറുകാരെ, 80-ലും 90-ലും. അതേപോലെ തന്നെ ബൈക്കുകാർ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, പക്ഷേ ഉണ്ടാകുന്നത് വരെ ആരും പഠിക്കുകയുമില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർ മിനിമം നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന മക്കൾക്ക് ഇതേക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഒരല്പം ബോധവൽക്കരണം നടത്തുക, സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി അവിടെ അപകടത്തിൽ പരിക്ക് പറ്റി കിടക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരെ കാണിക്കുക. ആ ദൃശ്യം എങ്കിലും ഇവരുടെ മനസ്സിൽ മാറ്റമുണ്ടാകും. പിന്നെ ഈ അപകടത്തിൽ ഞാൻ ആലപ്പുഴ RTO പറഞ്ഞതായിട്ടുള്ള ഒരു അഭിപ്രായം വായിച്ചു. അദ്ദേഹം പറഞ്ഞത് വണ്ടിയുടെ പഴക്കം മൂലമാണ് ഈ അപകടം ഉണ്ടായെന്നാണ്. അതായത് 11 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്തും അപക്വമായ ഒരു അഭിപ്രായമാണ് അതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വണ്ടിയുടെ പഴക്കവും അല്ലെങ്കിൽ വണ്ടിയുടെ സുരക്ഷാ ഫീച്ചറുകളും അപകടവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പ് കൊച്ചിയിലോ മറ്റോ ഒരു പുതിയ കാർ, അതായത് എയർ ബാഗ്സ് ഒക്കെയുള്ള ഒരു കാർ തന്നെ ഒരു ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറി അതിൽ യാത്ര ചെയ്തിരുന്ന ഒരു യുവതി കൊല്ലപ്പെട്ട വിവരം നമ്മളൊക്കെ വായിച്ചതാണ്. ഇതുപോലെ നിരവധി അപകടങ്ങൾ പുതിയ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ വണ്ടിയിൽ എയർ ബാഗ് ഒന്നുമില്ല, അതുകൊണ്ടൊക്കെയാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടായെന്നാണ്. ഒരിക്കലും അതുകൊണ്ടല്ല പ്രശ്നമുണ്ടായത്, മറിച്ച് വാഹനം ഓടിച്ചതിൽ ഉണ്ടായ അശ്രദ്ധ തന്നെയാണ്. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഡയാന രാജകുമാരി ബെൻസിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്, അതീവ സുരക്ഷയുള്ള വാഹനം. എന്നിട്ട് എന്ത് സംഭവിച്ചു? റോഡ് അപകടത്തിൽ അവർ കൊല്ലപ്പെട്ടു. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയായാലും ശരി, എത്ര സുരക്ഷാ ഫീച്ചറുകളുള്ള വണ്ടിയായാലും ശരി, ഇടി ടെസ്റ്റ് പാസ്സായ വണ്ടിയായാലും ശരി, നമ്മൾ റോഡിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ സുരക്ഷിതമായിട്ട് ഓടിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഏത് വാഹനത്തിലായാലും ശരി പരിക്ക് പറ്റും. ആ ഇടിയുടെ ആഘാതം അനുസരിച്ചായിരിക്കും എന്ന് മാത്രം. അല്ലാതെ വണ്ടിയുടെ പഴക്കം കൊണ്ടോ വണ്ടിയുടെ വില കൊണ്ടോ ഒന്നും നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക എന്നതിന് ബദലായിട്ട് മറ്റ് യാതൊരു പോംവഴിയുമില്ല. താങ്ക് യു.